ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട കുട്ടികളെ, പാദവാർഷിക പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. 3-ാം ക്ലാസ്സിലെ അഖീദയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ പാഠം ഈമാൻ കാര്യങ്ങൾ എന്ന ഈ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്? ഒന്ന്, ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്തിന്? ഒരു ചോദ്യം നമുക്ക് ഉദ്ദേശിക്കാം. അപ്പോൾ ഇതിന് മറുപടി പറയാം, എഴുതാം. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. മറ്റൊന്ന്, അതുപോലെ എത്രയാണെന്ന് ചോദിച്ചാൽ 6 എന്നും എഴുതുക. മറ്റൊന്ന്, ഈ ബൈത്ത് എല്ലാവരും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ്. ഇത് പൂരിപ്പിക്കാണെങ്കിൽ അത് പൂരിപ്പിക്കാമല്ലോ. പിന്നെ ഇതിൽ പ്രധാനമായും ചോദിക്കുന്ന ചോദ്യമാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എഴുതാനും. ചിലപ്പോൾ എഴുതാനായിരിക്കും, ചിലപ്പോൾ യോജിപ്പിക്കാനായിരിക്കാം. ബ്രാക്കറ്റിൽ നിന്നൊക്കെ തിരഞ്ഞെടുത്ത് എഴുതാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ എന്തൊക്കെയുണ്ട്? അള്ളാഹുവിനുണ്ടാകേണ്ട കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹു അവൻ ഒരുവനാണ്. പിന്നെ അവന് ഒരു കൂട്ടുകാരുമില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ. അപ്പോൾ ഇതിൽ നിന്ന് ചിലപ്പോൾ 2-ഓ 3-ഓ ഒക്കെ എന്ത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ളത് എഴുതുക. ഇനി ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ്, നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം? അപ്പോൾ എന്തിനൊക്കെ നമുക്ക് പരിധിയുള്ളത്? അത് ആദ്യം ഇത് വായിച്ച് നമുക്ക് മനസ്സിലാക്കാം. അവൻ്റെ അറിവിനും, അള്ളാഹുവിൻ്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയും പരിമിതിയുമില്ല. നമുക്ക് അതിനെല്ലാം പരിധിയുണ്ട്. അപ്പോൾ നമുക്ക് എന്തിനൊക്കെ പരിധിയുണ്ട്? നമ്മൾക്ക് നമ്മുടെ അറിവിനും നമ്മുടെ കാഴ്ചക്കും നമ്മുടെ കേൾവിക്കൊക്കെ എന്തുണ്ട്? പരിധിയുണ്ട്. അള്ളാഹുവിൻ്റെ കാഴ്ചക്കോ കേൾവിക്കോ അറിവിനോ പരിധിയില്ല. അപ്പോൾ ഉത്തരം എഴുതേണ്ടത് നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം എന്ന ചോദ്യത്തിന് ഉത്തരം എഴുതേണ്ടത് നമുക്ക് പരിധി നമ്മുടെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിധിയുണ്ട്. പിന്നെ അള്ളാഹുവിന് ആദ്യവും അവസാനവും ചിലപ്പോൾ പൂരിപ്പിക്കുന്നുണ്ടാവും. കഴിഞ്ഞ പരീക്ഷയ്ക്കുണ്ടായിരുന്നു അള്ളാഹുവിന് ആദ്യവും അവസാനവും ദേശന്നത്. അപ്പോൾ എന്താ? അള്ളാഹുവിന് ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. ഈ 2-ാമത്തെ പാഠത്തിൽ നിന്ന് എന്തൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം. ഒന്നാമത്തേത് ചോദ്യം എന്തായിരിക്കാം? മലക്കുകളുടെ വിശ്വാസം ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തേതാണുണ്ടാവുന്നത്? അപ്പോൾ ഈമാൻ കാര്യങ്ങളിൽ 2-ാമത്തേത് മലക്കുകളെ വിശ്വസിക്കലാണ്. അല്ലെങ്കിൽ ഈമാൻ കാര്യങ്ങളിൽ എത്രാമത്തേതാണ് മലക്കുകളെ വിശ്വസിക്കൽ എന്ന് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? 2-ാമത്തേതെന്ന് പറയണം. പിന്നെ ആരാണ് മലക്കുകൾ എന്ന് ചോദ്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ എന്തായാലും ഉത്തരം എഴുതുക. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ, മലക്കുകൾ. അപ്പോൾ ഇതെന്ത് ചെയ്യാം? നന്നായി പഠിക്കുക. പിന്നെ മലക്കുകൾക്കുണ്ടാകേണ്ട വിശേഷണങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്? അത് കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ 2 മിക്കവാറും ചോദിക്കും. അപ്പോൾ 2 എല്ലാവരും പഠിക്കുക. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. ഒന്നാമത്തെ വിശേഷണം എന്താ? അവർ മലക്കുകൾ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. പിന്നെ അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. മലക്കുകൾക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ ഇല്ല. അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. ഇതൊക്കെയാണ് മലക്കുകളുടെ വിശേഷണങ്ങൾ. പിന്നെ നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അത് മലക്കുകളുടെ ഒരു വിശേഷണമാണ്. ഇനി ഇതുപോലെ തന്നെ ആയിക്കൊണ്ട് വെച്ചപ്പോൾ എന്താവും? പൂരിപ്പിക്കാനായിരിക്കും ഉണ്ടാകുക. ഇനി ചിലപ്പോൾ അവരുടെ എണ്ണം അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. ആരുടെ എണ്ണം? അതെ, മലക്കുകളുടെ എണ്ണം. ഈ മലക്കുകളുടെ എണ്ണം ആർക്ക് മാത്രമേ അറിയുള്ളൂ എന്ന് ചോദിച്ചാൽ എന്ത് പറയും? അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. പ്രധാനികളായ 10 മലക്കുകളുണ്ട്. അവരുടെ പേരെല്ലാവരും എന്ത് ചെയ്യണം? പഠിക്കണം. അവർക്ക് ഓരോരുത്തർക്കും നിശ്ചയിച്ച ചുമതലകളുണ്ട്. അള്ളാഹു ഓരോരുത്തർക്കും കൊടുത്ത ചുമതലകൾ അതും എന്ത് ചെയ്യുക? പഠിക്കുക. അത് ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ഉണ്ടാകും. ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന് കൊടുത്ത ചുമതല എന്താ? അംബിയാ മുർസലുകൾക്ക് വഹി എത്തിച്ചു കൊടുക്കുക. രണ്ടാമത്തെ മീക്കായിൽ അലൈഹിസ്സലാം. മീക്കായിൽ അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്താ? ഇടി, മിന്ന്, മഴ, കാറ്റ്, റിസ്ക് മുതലാവ കൊണ്ട് ഏൽപ്പിക്കട്ട മലക്കാണ് മീക്കായിൽ അലൈഹിസ്സലാം. ഇസ്രാഫീൽ അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്താ? സൂറ് എന്ന കാഹളത്തിൽ ഊതുക. അസ്രായിൽ അലൈഹിസ്സലാമിൻ്റെ ചുമതല റൂഹുകളെ പിടിക്കലാണ്. റൂഹ പിടിക്കുന്ന മലക്കാണ് അസ്രായിൽ അലൈഹിസ്സലാം. ഇനി മുൻകർ നക്കീർ അലൈഹിസ്സലാമിൻ്റെ ചുമതല ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യലാണ്. റഖീബ് അതീദ് അലൈഹിസ്സലാമിൻ്റെ ചുമതല എന്താ? നന്മ തിന്മ എഴുതുക. മാലിക് അലൈഹിസ്സലാമിൻ്റെ ചുമതല നരകം കാക്കൽ. റിദ്വാൻ അലൈഹിസ്സലാമിൻ്റെ ചുമതല സ്വർഗം കാക്കുക. ഈ അപ്പുറത്തെ പേജ് എല്ലാവരും മറക്കുക. ഇതിൽ ഈ ബൈത്ത് ഇല്ലേ? തഫ്സീലു അശ്രി മിൻഹുമു ജിബ്രീലു മീക്കാൽ ഇസ്രാഫീലു അസ്രായിലു മുൻകർ നക്കീറുൻ വറഖീബുൻ വകദ അതീദ് മാലിക്കുൻ വരിദ്വാനു ഖുദ. ഇതെല്ലാവരും പഠിക്കണം.
ഇത് പൂരിപ്പിക്കാണ്ടാവും. ഈ വരിയുടെ കുറച്ച് കൊടുത്തിട്ട് ബാക്കി നിങ്ങൾ എഴുതേണ്ടി വരും. അപ്പോൾ എന്ത് ചെയ്യണം, നന്നായിട്ട് ഈ പാഠം ഈ ബൈത്ത് കാണാതെ പഠിക്കുക. പിന്നെ ഇതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ജിബ്രീൽ അലൈഹിസ്സലാം ഓരോ മലക്കിൻ്റെയും പേരും ചുമതലകളും. അപ്പോൾ ഇത് ഓരോ മലക്കുകൾക്കും അവരുടെ ചുമതലക്ക് നേരം എന്ത് ചെയ്യാം, അടയാളപ്പെടുത്തേണ്ടി വരും. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിന് എന്താ വഹി എത്തിക്കുക എന്നുള്ളതാണ്. മുങ്കർ അലൈഹിസ്സലാമിന് എന്താ പണി, ഖബറിൽ ചോദ്യം ചെയ്യലാണ്. അപ്പോൾ മുങ്കർ നക്കീറുണ്ടാവും. അപ്പോൾ മുങ്കർ മാത്രം കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആകരുത്. അപ്പോൾ മുങ്കറിനുണ്ട്. അപ്പോൾ ഖബറിലെ ചോദ്യം ചോദിക്കൽ. പിന്നെ റിദ്വാൻ അലൈഹിസ്സലാമിന് സ്വർഗ്ഗം കാക്കലാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറിൻ്റെ കാഹളത്തിൽ ഓതുക. ഈ മൂന്നാമത്തെ പാഠം കിതാബുകൾ എന്ന്, അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒന്ന്, നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ചോദ്യം എന്താണ് ആ ലക്ഷ്യം? അപ്പം എന്താ മറുപടി പറയാം, ഇഹപര ജീവിതമാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? ഇഹപര ജീവിതമാണ് അതിൻ്റെ ഉത്തരം. ഇനി അടുത്ത ചോദ്യം എന്തായിരിക്കും, ഇഹപര ജീവിതത്തിന് അല്ലേ അത് കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അത്യാവശ്യമായത്? അപ്പോൾ നാം എന്ത് പറയണം, നമ്മുടെ ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. അപ്പോൾ ഇഹപര ജീവിതം കരതകമാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? രണ്ടാമത്തെ ചോദ്യം. അതിന് ഉത്തരം എന്താ, ജീവിതത്തിൽ ചില നിയമങ്ങളും ചിട്ടകളും പാലിക്കണം. ഇനി മൂന്നാമത്തെ ചോദ്യം എന്തുണ്ടാകാം, അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്നാൽ എന്ത്? അള്ളാഹുവിൻ്റെ കിതാബുകൾ എന്നാൽ എന്ത്? എന്താ അതിന് മറുപടിയാണ്? അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിൻ്റെ കിതാബുകൾ. ഈ നാലാമത്തെ ചോദ്യം എന്തുണ്ടാകാം, ഓക്കെ, എത്ര കിതാബുകളാണുള്ളത്? അപ്പോൾ എത്ര കിതാബുകൾ? 4 കിതാബുകളാണ്. ഏടുകളോ? 100 ഏടുകളാണുള്ളത്. അപ്പോൾ എത്ര കിതാബുകൾ എന്ന് ചോദിച്ചാൽ 4 കിതാബുകൾ ഉണ്ടെന്ന് പറയണം. പിന്നെ ഈ കോളം എല്ലാവരും ശരിക്ക് പഠിക്കണ്ട. ഇത് പരീക്ഷയ്ക്ക് കഴിഞ്ഞ വർഷം ചോദിച്ച ഒരു ചോദ്യം കൂടിയാണിത്. അപ്പോൾ അങ്ങനെ ഇതുപോലെ കൊടുത്തിട്ടുണ്ടാവും. നബി എന്നുള്ള കോളം. ആ നബി എന്ന കോളത്തിൽ നബിമാരുടെ പേര് എഴുതണം. കിതാബ് എന്നുള്ള കോളത്ത് ഓരോ നബിക്കും കിട്ടിയ കിതാബ് ഏതാണ് എഴുതണം. മൂസാ നബി എന്ന കോളെ, ആ മൂസാ നബി കിട്ടിയ കിതാബ് എന്താ പേര് ഇവിടെ? അത് തൗറാത്താണ്. അപ്പോൾ തൗറാത്തിൻ്റെ ഭാഷ ഏതാ? തൗറാത്തിൻ്റെ ഭാഷയാണ് ഇവിടെ എഴുതേണ്ടത്. ഇബ്രാനി എന്നല്ലേ. അപ്പോൾ ഇബ്രാനി ഇവിടെ എഴുതി കൊടുക്കുക. പിന്നെ ഇവിടെ നബിൻ്റെ പേര് കൊടുത്തിട്ടില്ല. പക്ഷേ ആ നബിക്ക് കിട്ടിയ കിതാബിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. എന്താ? സബൂർ എന്ന്. അപ്പോൾ സബൂർ എന്നുള്ള കിതാബ് ഏത് നബിക്ക് കിട്ടിയിട്ടുള്ളത്? ദാവൂദ് നബിക്കാണ് സബൂർ എന്നുള്ള കിതാബ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സബൂറിൻ്റെ ഭാഷ ഏതാ? സബൂറിൻ്റെ ഭാഷയാണ് യൂനാനി ഭാഷയാണ് സബൂറിൻ്റെ. ഇനി താഴെയുള്ള കുളം അല്ലേ, നബിയുടെ പേരില്ല, കിതാബിൻ്റെ പേരില്ല, പക്ഷേ ഭാഷ ഉണ്ട്. എന്താ ഭാഷ? സുറിയാനി എന്ന ഭാഷ. അപ്പോൾ സുറിയാനി ഭാഷ ഏത് കിതാബാണ്? ഇഞ്ചീൽ അല്ലേ. ഇഞ്ചീലിൻ്റെ ഭാഷയാണ് സുറിയാനി. ഇഞ്ചീൽ എന്നുള്ള ആ കിതാബ് ഏത് നബിക്ക് കിട്ടിയതാണ്? ഈസാ നബി അലൈഹി സ്വലാം കിട്ടിയത്. അപ്പോൾ അത് ഇവിടെ എഴുതണം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നബിക്ക് കിട്ടിയ കിതാബിൻ്റെ പേര് എന്താ? ഖുർആൻ എന്നാണ്. അപ്പോൾ ഖുർആൻ്റെ ഭാഷ എന്താ? അറബി എന്നാണ്. അപ്പോൾ ഇതെല്ലാവരും പഠിക്കുക. ഇനി നാലാമത്തെ പാഠം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക. 4 പാഠങ്ങളാണല്ലോ പരീക്ഷയ്ക്ക് ഉണ്ടാകുക. ഫുർഖാനുൽ അലീം അല്ലേ. ഈ പാഠത്തിൽ നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. ഒന്ന്, ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ഏതാണെന്നുണ്ടാവും അല്ലേ. അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം ഏതാണ്? അപ്പോൾ എന്താ? പരിശുദ്ധ ഖുർആൻ എന്ന് ആണ് അതിൻ്റെ ഉത്തരം. എത്ര വർഷം കൊണ്ടാണ് ഖുർആൻ അവതരണം പൂർത്തിയായത്? എത്ര വർഷം കൊണ്ടാണ്? അപ്പോൾ എന്താ? 23 വർഷം കൊണ്ടാണ് ഖുർആൻ അവതരണം പൂർത്തിയായത്. ഖുർആൻ മാർഗ്ഗനിർദ്ദേശമാണ് ആർക്ക്? ഖുർആൻ മാർഗ്ഗനിർദ്ദേശമാണ് ആർക്ക്? എന്താ അതിൻ്റെ ഉത്തരം? അപ്പോൾ ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗ്ഗനിർദ്ദേശമാണ്. ഇനി ഈ ആയത്തെല്ലാവരും പഠിക്കണം കേട്ടോ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇത് പൂരിപ്പിക്കാനുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം എഴുതാനുണ്ടാവും. ഇനി ഖുർആനോട് കാണിക്കേണ്ട അദബുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കും. അപ്പോൾ എന്തൊക്കെ അദബുകളാണ്? ഖുർആൻ്റെ മീതെ ഒന്നും വെക്കാവതല്ല അല്ലേ, വെക്കാൻ പാടില്ല. പിന്നെ അടുത്തെന്ത് പറയാം, വേറെ അദബുകളുണ്ടല്ലോ. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിൻ്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. ഇതൊക്കെയാണ്. പിന്നെ നിയമാനുസരണമല്ലാതെ അതിനെ ഓതാനും പാടില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഖുർആനോടുള്ള അദബുകൾ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും പഠിക്കുക ഇൻഷാ അല്ലാഹ്.